ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ ജനറൽ സർവീസും ഫുൾ ചെക്കപ്പും പറഞ്ഞു വന്നാണ് വണ്ടിയാണ്. അപ്പോൾ നമ്മൾ സർവീസിന് വേണ്ടി വണ്ടി കയറ്റി അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടോ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ പറയണം കേട്ടോ. നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം വീലൊക്കെ അഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ഈ സർവീസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. കിടക്കുന്ന കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബ്രേക്ക് ലൈനർ ക്ലീൻ ചെയ്ത് കയറ്റാം. ബാക്കിലത്തെ ടയർ ഹബിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെയ്തിട്ട് ബാക്ക് ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബ്ബ് ആയാലും വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ ബാക്ക് സൈഡിൽ നമുക്ക് പ്രോബ്ലം എന്ന് വെച്ചാൽ ആ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ബ്രേക്ക് ലൈനർ ക്ലീൻ ചെയ്ത് കയറ്റാം. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ അഴിച്ചൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം അഴുക്കായിട്ടുണ്ട്, മാറ്റേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും എയർ ഫിൽറ്റർ നമ്മൾ പുതിയ ഫിൽറ്റർ മാറ്റിയാലും 10,000 കിലോമീറ്ററാണ് നമുക്ക് അതിന് ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി. ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ശരിക്കും പൊടി കയറിയിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് ബ്ലോക്ക് ആയിട്ടുണ്ട്. മാറ്റിയിടണമാണ് ഏറ്റവും സേഫ് കേട്ടോ. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. CVT ക്ലച്ചാണ്. നമ്മളത് ഓരോ സർവീസിലും ഇവിടെ വരുമ്പോൾ നമ്മൾ ഓരോ 4 മാസം കൂടുമ്പോൾ ജനറൽ സർവീസ് ആയിട്ടാണ് വന്നെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാറുണ്ട്. ഇനി അതല്ലെങ്കിൽ പോലും 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ നിർബന്ധമായിട്ടും ക്ലച്ച് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ട ഒരു പാർട്ടാണ് ഈ CVT ക്ലച്ചിൻ്റെ ഭാഗം കേട്ടോ. അപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ബെൽറ്റിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ബെൽറ്റൊക്കെ ഓൾറെഡി പൊട്ട് വീണിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൈയോടെ മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. അതല്ലെങ്കിൽ ഇടയ്ക്ക് ബെൽറ്റ് പൊട്ടി വഴിയിൽ പെട്ടുപോകുന്ന സിറ്റുവേഷൻ വരും. നിലവിൽ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്, കമ്പനി ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി അതേപോലെ തന്നെ ഈ ബോസ് ഡ്രൈവ് ഇത് രണ്ടും തേമാനം വന്നിട്ട് ഈ ഒരു ഷെയ്ക്കിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ തന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു മൂളിച്ച സൗണ്ട് കാര്യങ്ങൾ, അതായത് ഒരു മുഴക്ക സൗണ്ട് വന്നത് അതിൻ്റെയാണ് കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ ഈ ഉള്ളിൽ വരുന്ന ഈ പീസ് സ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ സെപ്പറേറ്റർ അതും ഓൾറെഡി പൊട്ടിയേക്കുന്ന അവസ്ഥയിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. അതും കൈയോടെ മാറി. ഇതെനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 100-75 രൂപ റേഞ്ചൊക്കെ വരുള്ളൂ. ഇതിന് 600 സംതിങ് വന്നുണ്ട് ഈ വീല്. ബോസ് ഡ്രൈവിന് 100-100 ചില രൂപ നമുക്ക് അതിനും വന്നുണ്ട് കേട്ടോ. ബെൻഡെക്സിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്തു, വർക്കിംഗ് ഓക്കെയാണ്. അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് ബാക്ക് സൈഡ് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പോൾ കാണുമ്പോൾ നോക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ തുരുമ്പണി കാണുന്നുണ്ട്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. ക്ലച്ച് വെയിറ്റിന് കുഴപ്പമില്ല, അതായത് ക്ലച്ച് ഷൂവിന് വേറെ നിലയിൽ കംപ്ലൈൻറ്റ് ഇല്ല. നമുക്ക് അതിൻ്റെ പിന്നും കൂടി ഒന്ന് കൂട്ടത്തിൽ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യും. അതേപോലെ കിക്കർ വീലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. കിക്കറിൻ്റെ ഭാഗം ഇവിടെ ലൂസായിട്ട് കിടക്കണം കേട്ടോ. അവിടെ അതിൻ്റെ ഷെയ്ക്കാണ് ഈ കാണുന്നത് കേട്ടോ. കിക്കറൊക്കെ വെറുതെ ഇവിടെ നിന്ന് പടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ ടൈറ്റ് ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്തിടാം. പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ അവിടെ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ ലീക്കേജാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ഹെഡിൻ്റെ കവർ ഗ്യാസ്കറ്റ് മാറ്റാം. ഈ ബോൾട്ടിൻ്റെ ഉള്ളിലും 2 മൗണ്ട് റബ്ബർ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അതും കൂടി നമ്മൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ലീക്കിൻ്റെ കേസ് നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ചോക്ക് കേബിൾ നമ്മൾ നോക്കുമ്പോൾ ചോക്ക് കേബിൾ കുഴപ്പമില്ല, പക്ഷേ ആക്സിലേറ്ററിൻ്റെ കേബിൾ നല്ല ടൈറ്റിലേക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആക്സിലേറ്റർ കേബിൾ കൈയോടെ മാറ്റിയിടാനായിരിക്കും സേഫ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഫുള്ള് ചെളിയാണ് അതിൻ്റെ ഉള്ളിൽ, അത്യാവശ്യം നല്ല രീതിയിൽ ചെളി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ നല്ല രീതിയിലൊന്ന് വാട്ടർ സർവീസ് ഈ രീതിയിൽ തന്നെ അഴിച്ചൊന്ന് വാഷ് ചെയ്യണമെങ്കിൽ അതായിരിക്കും ഏറ്റവും കുറേ കൂടി ബെറ്റർ കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ ഭാഗത്തേക്ക് ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഗ്രീൻ ബുഷ് നമുക്ക് കംപ്ലൈൻറ്റ് ഉണ്ട്. അതേപോലെ ലിങ്കിൻ്റെ ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. മെയിനായിട്ട് നമുക്ക് ഫ്രണ്ട് ഭാഗം നല്ല ഡാമേജാണ്, അതായത് ഫ്രണ്ട് ഫോർക്ക് ബെൻഡാണ്, ഈ ഇരിക്കുന്ന ഫോർക്ക് അസംബ്ലി ബെൻഡാണ്. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ മൺകാട് പരമാവധി വെൽഡ് ചെയ്ത് ആകെ എൻ്റെ ആവശ്യതയായ അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. മൊത്തം വെൽഡ് ചെയ്ത് പരമാവധി നമ്മൾ ഉപയോഗിച്ചതാണ്. അപ്പോൾ ശരിക്കും ആ ഫ്രണ്ട് ഫോർക്ക് ബെൻഡ് ഉള്ളതുകൊണ്ട് ആ ഫോർക്ക് മാറ്റി ഈ മൺകാടും മാറ്റിയിടാണെങ്കിലാണ് ആ ഭാഗം നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കണ്ട, പക്കയായിട്ട് നമുക്കത് നിന്നോളും. അതുപോലെ തന്നെയാണ് ഈ ഹാൻഡിലിൻ്റെ കംപ്ലൈൻറ്റ്. ഹാൻഡിലും ബെൻഡാണ്. അതേപോലെ തന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഭാഗത്ത് വരുന്ന ഹാൻഡിൽ കവറൊക്കെ പൊട്ടിയിട്ട് പരമാവധി സ്ക്രൂ ചെയ്ത് റിവേറ്റൊക്കെ ചെയ്ത് മാക്സിമം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ മൊത്തത്തിൽ പ്രോബ്ലം നമുക്ക് ഫീൽ ചെയ്യുന്നത് ഫ്രണ്ട് ഭാഗത്താണ്. ഫ്രണ്ട് ഫോർക്ക് വെൻ്റാണ്, ഹാൻഡിൽ ബാർ വെൻ്റാണ്. അതേപോലെ തന്നെ മൺകാട് കിടന്ന് പൊട്ടിപ്പോയതിൻ്റെ കിടന്ന് പിടപ്പ് കാണിക്കുന്നുണ്ട്. ഹാൻഡിൽ കവറിൻ്റെ ഇവിടുത്തെ വൈസർ കവർ പോയിട്ട് അതിൻ്റെ ആ ജർക്കിങ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് കാണിക്കുന്ന കംപ്ലൈൻറ്റുകൾ കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് 2023 മോഡൽ ആംബ്രോൻ്റെ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കണം. ബാറ്ററി അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് 12.92 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. നിലവിൽ അത്യാവശ്യം വോൾട്ട് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് ഫോർക്കിൻ്റെ കേസും ഈ വൈസർ ഹാൻഡലിൻ്റെ ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. അത് നമ്മൾ അയച്ചിട്ടില്ല. ഇപ്പം നമ്മൾ അയച്ചേക്കുന്നത് ജനറലായിട്ടുള്ള സർവീസിന് വേണ്ടിയിട്ട് അയച്ചാണ്. ജനറൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് ജനറൽ സർവീസും ഫുൾ ചെക്കപ്പാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അയച്ചാണ്. ഇതിൻ്റെയൊക്കെ നമ്മളൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം. അതിനായിട്ട് എത്ര കോസ്റ്റ് വരുന്നൊരു അപ്രോക്സിമേറ്റ് നമുക്കൊരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ അയക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. റിപ്ലൈ ഇട്ടിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. കാരണം ഇത് ഫ്രണ്ട് ഫോർക്കൊക്കെ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അത് ക്ലിയർ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പക്ക നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. ഫ്രണ്ട് ഫോർക്കൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഹാൻഡിൽ ബെയറിങ് നമുക്ക് മാറ്റാനുണ്ട്.
ഈ ഹാൻഡിൽ ബാർ ബെൻഡുണ്ട് ആ സൈഡ് തിരി. അപ്പോൾ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ ഹാൻഡിൽ കവറൊക്കെ മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ ഒരു ഷേക്കും ഇല്ലാത്ത രീതിയിലേക്ക് നിർത്തുകയാണെങ്കിൽ പക്കയായിട്ട് നിന്നോളൂ സംഭവം കേട്ടോ. സംഭവം ക്ലിയറായിട്ട് ചെയ്യാനായിട്ട് പറ്റും, പക്ഷെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ചിലവുകളുണ്ടെന്നുള്ളൂ. പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. പ്ലഗ് വലിയ പഴക്കമായിട്ടില്ല, നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാലും മതി. സാധാരണ എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിൽ കൂടിയാണ് പ്ലഗ് മാറ്റേണ്ടി വരാം കേട്ടോ. അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഇവിടെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അത് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിലിൽ ദിവസം നമ്മൾ നോക്കി ഓയിൽ അങ്ങനെ ലെവൽ കുറവ് കാര്യങ്ങൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു വൈകി ഓടിയിട്ടായിരിക്കാം, ഓയിൽ മാറാൻ വൈകിയത് കൊണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു കുറവാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നിലവിൽ അത് ആ രീതിയിൽ തന്നെ ഓയിൽ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ഓയിൽ ലെവൽ ഇപ്പോൾ ഒരു അല്പം കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മാസം കഴിയുമ്പോൾ ഒന്ന് കയറ്റിയിട്ട് ഓയിൽ ചെക്ക് ചെയ്യണം നല്ലതാണ്. ഓയിൽ എത്രത്തോളം കുറഞ്ഞു, കാരണം എഞ്ചിൻ ഓയിലിൻ്റെ ലെവൽ കുറഞ്ഞ് ഓടി കഴിഞ്ഞാലൊക്കെ എഞ്ചിൻ പെട്ടെന്ന് കംപ്ലയിൻറ്റിലേക്ക് വരും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള റീസൺ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വന്ന വർക്കുകൾ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ വാട്ടർ സർവീസ് ചെയ്യേണ്ട ഈ കൂട്ടത്തിൽ കൂടെ ഇതേപോലെ അഴിച്ച് കഴുകുകയാണെങ്കിൽ അതുകൊണ്ടാണ് കുറച്ചുകൂടി ബെറ്റർ. നമ്മൾ ചെയ്യണ വർക്ക് കൊണ്ട് നീറ്റായിട്ട് പോകുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഏകദേശം നമ്മൾ ഈ ഫ്രണ്ട് ഫോർക്ക്, മൺകാട്, ഹാൻഡിൽ കവർ ഇതെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.